ുള്ള പൂഴിക്കടകനല്ലേ LDF പയറ്റിയത്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന പരസ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 തരത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പത്രങ്ങളിൽ നൽകി LDF ആ തിരിച്ചടി മറന്നില്ലേ? അതോ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ച് BJPക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കുകയാണോ CPM? സന്ദീപ് വാര്യരെ നട്ടലുള്ളവൻ എന്ന് വിശേഷിപ്പിച്ചവർ തന്നെ ഇപ്പോൾ മുസ്ലിം വിരുദ്ധനും വിഷവുമാക്കുമ്പോൾ പാലക്കാട് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു LDF പരസ്യം വിദ്വേഷം പരത്തുന്നത്. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, CPMനെ പ്രതിനിധീകരിച്ച് ശ്രീ TM ശശി, BJP വക്താവ് ശ്രീ GG ജോസഫ് എന്നിവരാണ്. ആദ്യം ശ്രീ N ശ്രീകുമാർ, 2 പത്രങ്ങളിലാണ് LDFന്റേതായി പരസ്യം വന്നത്. സുപ്രഭാതത്തിലും സിറാജിലും മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളാണിവ. ഒന്ന് കാന്തപുരം വിഭാഗത്തിന്റെയും മറ്റൊന്ന് EK സുന്നി വിഭാഗത്തിന്റെയും. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തിലേക്ക് ഈ സന്ദേശം എത്തണം എന്നതാണല്ലോ LDF ലക്ഷ്യം വെക്കുന്നത്. അതായത് കോൺഗ്രസിൽ ചേർന്ന BJPക്കാരനായിരുന്ന സന്ദീപ് വാര്യർ, അദ്ദേഹം മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ, ചാനൽ ചർച്ചയിലൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ, അത് മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളാണ്. കശ്മീരിനെതിരെയുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങൾ, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് 2 പത്രങ്ങളിൽ ഇങ്ങനെ പരസ്യം കൊടുത്തതിലുള്ള അപാകത നിങ്ങൾ കാണുന്നത് എന്താണ് അതിനകത്തുള്ള ഒരു അപാകതയായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? നോക്കൂ മഞ്ജുഷേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM എന്നാണല്ലോ അവർ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയും രാഷ്ട്രീയ നയവും ഉണ്ടാവും. ഇവിടെ അത് രണ്ടും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയും, നാളെ കഴിയും, ജയവും പരാജയവും ഉണ്ടാവും. പക്ഷേ കാറൽ മാർക്സിന്റെ നയങ്ങളും സന്ദേശങ്ങളും ഒക്കെ നിരന്തരം പറയുന്ന ഒരു പാർട്ടി അവസാനം ചെന്നെത്തിയത് എവിടെയാണ്? അതായത് അവർ ഒരു വർഗീയതയുടെ ചെളിക്കുണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ ചെളി വാരിയെറിഞ്ഞ് ആസ്വദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 2 പത്രങ്ങളിൽ പരസ്യം കൊടുത്തു എന്നുള്ളതല്ല വിഷയം. അതവർക്ക് ഇഷ്ടമുള്ള പത്രത്തിൽ കൊടുത്തോട്ടെ. MP രാജേഷ് എന്ന് പറഞ്ഞ എന്താ, കാശ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു എന്നാണ്. ആയിക്കോട്ടെ, അതൊക്കെ വിശ്വസിക്കാം. പക്ഷെ കൊടുത്ത പരസ്യമോ? ഒന്നാമത്തെ കാര്യം, RSSന്റെ വേഷം ധരിച്ച് കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യർ നിൽക്കുന്നതാണ്. അതിന്റെ ഹെഡിങ് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് നാളെ ഏതൊക്കെ രീതിയിലാണ് കേസ് വരികയെന്ന് അറിയില്ല. ഒരു വ്യക്തിയെ ഇങ്ങനെ ചിത്രീകരിച്ച് അധിക്ഷേപിച്ചാൽ അത് തെരഞ്ഞെടുപ്പിന്റെ ഏതു തരം പ്രചരണമാണ്? ഇവർ 8 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ, ഒരു മുന്നണിയല്ലേ? CPIക്ക് ഇവരുടെ ഈ നയമാണ് ഉള്ളത്. അതറിയാൻ നമുക്ക് താല്പര്യമുള്ള വസ്തുതയാണ്. ഇവർക്ക് നേട്ടങ്ങളില്ലേ പറയാൻ? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും പറയാനില്ലേ? ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി പരസ്യം കൊടുക്കുകയാണോ തെരഞ്ഞെടുപ്പ് കാലത്ത്? CPMന്റെ ഇന്നത്തെ ഏറ്റവും വലിയ അജണ്ട സന്ദീപ് വാര്യരാണോ? സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നാണോ അവരുടെ വിഷയം? സന്ദീപ് വാര്യർ ഇപ്പോഴും പിണറായി വിജയനും അതുപോലെ മറ്റ് CPM നേതാക്കളും എന്താ പറയുന്നത്, അദ്ദേഹം RSSകാരനാണ്. ഞാൻ RSSന്റെ ആശയങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഉണരുന്നു എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ RSS തന്നെ എന്ന് പറയുന്നത് എന്തിനാണ്? പാലക്കാട് CPM തോറ്റു എന്നതിന്റെ വ്യക്തമായ ഒരു സന്ദേശമാണത്. അതെ, താങ്കൾ ഇതിന്റെ ലക്ഷ്യമായിട്ട് കാണുന്നത് എന്താണ്? ഈ പരസ്യത്തിന്റെ ലക്ഷ്യമായിട്ട് കാണുന്നത് എന്താണ്? CPM പറയുന്ന ഇതെല്ലാം സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളാണല്ലോ എന്ന്. പിന്നെ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു, പരസ്യത്തിന്റെ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു, അതിനെന്താണ് കാര്യമെന്ന്, അതിനെന്താണ് കുഴപ്പമെന്ന് CPM നേതാക്കൾ ചോദിക്കുന്നുണ്ട്. 4 പത്രങ്ങളിലാണ് പരസ്യം നൽകിയത്. ഈ 2 പത്രങ്ങൾക്ക്, സുപ്രഭാതവും സിറാജും പുറമേ 2 പത്രങ്ങളിൽ കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ 2 പത്രങ്ങളിലും വന്നത് ഇതേ കണ്ടന്റ് അല്ല. അത് മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് താങ്കൾ ആ ലക്ഷ്യം പറയൂ. താങ്കൾ സംശയിക്കുന്ന ലക്ഷ്യം എന്താണ് CPMന്റെയും LDFന്റെയും? അല്ല, അതായത് മുസ്ലിം സമുദായത്തിന് താല്പര്യമുള്ള 2 പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കുമ്പോൾ CPM ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് കൂടുതൽ പോകാനായിരിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കാം. ഇതിലേതാണെന്നുള്ള പാർട്ടി വ്യക്തമാക്കണം. ഗവൺമെന്റിന്റെ നേട്ടങ്ങളല്ലല്ലോ അവർ പരസ്യത്തിൽ കൊടുത്തത്. ഞാനതാ ചോദിക്കുന്നത്. നമ്മുടെ മറ്റു 2 പരസ്യത്തിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു 2 പത്രങ്ങളിൽ വികസനം തന്നെയാണ് വിഷയമാക്കിയിട്ടുള്ളത് പ്രധാനമായും. അപ്പോൾ ഈ 2 പത്രങ്ങളിലാണ്, മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിലാണ് ഇത്തരത്തിൽ ഈ മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങൾ സന്ദീപ് വാര്യർ നടത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്.
അതായത് താങ്കൾ ഈ രണ്ടാമത്തെ പറഞ്ഞ കാര്യം അതിൽ പ്രസക്തമാണല്ലോ. മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ അവർക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി അത് ഒരു വശത്തേക്ക് UDF-ലേക്ക് ഏകീകരിക്കുവാൻ ഇട നൽകരുത്, അത് വിഭജിക്കുകയാണെങ്കിൽ വിഭജിക്കട്ടെ, അല്ലെങ്കിൽ LDF പക്ഷത്തേക്ക് പോകട്ടെ, ഈ ഒരു ഉദ്ദേശ്യമാണ് എന്നുള്ളത്. നമുക്ക് മഞ്ജുഷ്ടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരെ കുറിച്ചാണ്? പാണക്കാട് തങ്ങളെ കുറിച്ചല്ലേ? പാണക്കാട് തങ്ങളെയും കുറിച്ച് ഇതിനു മുമ്പ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് എന്താണ്? വേണ്ട, സന്ദീപ് വാര്യരെ കുറിച്ച് 2 ദിവസം മുമ്പ് CPM നേതാക്കൾ പറഞ്ഞിരുന്നത് എന്താണ്? അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ, അതേ ഞാൻ പറഞ്ഞത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയപരമായി ദാരിദ്ര്യം അനുഭവിക്കുന്നുള്ള ഒരു താത്വിക പ്രശ്നം ഇവിടെ ഉണ്ട്. അത് നാളെ ഭാവിയിൽ ആ പാർട്ടിയെ ബാധിക്കും. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് അവർ ചെയ്യട്ടെ, അവരത് ഉത്തരം പറയട്ടെ. ഇന്ന് ശ്രീ രാജേഷ് പറഞ്ഞ 2 കാര്യമുണ്ട്. ഞങ്ങൾ റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തു എന്നുള്ളതാണ് അവരുടെ ന്യായം. റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുത്തത്, ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളാണോ? ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ എന്തുകൊണ്ട് റേറ്റ് കുറഞ്ഞ പത്രത്തിൽ അവർ കൊടുത്തില്ല? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കോൺഗ്രസിലേക്ക് BJP വിട്ടുവന്ന ഒരാളാണോ ഇവരുടെ ഇലക്ഷൻ അജണ്ട? എങ്കിലും പറയട്ടെ, ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഇലക്ഷൻ അജണ്ട സന്ദീപ് വാര്യർ വിരുദ്ധമാണെന്ന്. ഒരു 2 ആഴ്ച മുമ്പ് വരെ ഇവരുടെ ഇലക്ഷൻ അജണ്ട എന്തായിരുന്നു? VD സതീശൻ വിരുദ്ധത. VD സതീശനോടാണ് നമ്മളുടെ K സുരേന്ദ്രന്റെയും പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാസ്റ്ററുടെ ചോദ്യങ്ങള്. VD സതീശൻ മറ്റൊരു കാര്യമുണ്ട്. N. ശ്രീകുമാർ ഈ സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്ത ഈ പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ, സന്ദീപ് വാര്യർ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, അത് ശരിയാണല്ലോ. അത് കോൺഗ്രസിനും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലോ. സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നിങ്ങളുടെ കൂടെ കൂടി എന്ന് വെച്ച് അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരാമർശങ്ങൾ, ഒരു കൂട്ടം പരാമർശങ്ങളൊന്നും അല്ലല്ലോ സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അക്കാര്യത്തിൽ ബുദ്ധിമുട്ടും. കൂട്ടിയത് കൊണ്ട് ഞങ്ങൾ സന്ദീപ് വാര്യരെ വിശ്വസിക്കുകയാണ് എന്ന് പറയുകയും ചരിത്രം മറക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതായത് മഞ്ജുഷെ, സന്ദീപ് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ അത് വിരോധാഭാസമാകുമെന്ന് ഞാൻ പറയാതിരുന്നതാ. സന്ദീപ് വാര്യർ ആ പാർട്ടി ഇടുമ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ഞാൻ സംഘപരിവാർ ആശയങ്ങളോട് പൂർണ്ണമായും വിട പറയുന്നു. 2, രാഹുൽ ഗാന്ധിയുടെ സ്നേഹക്കടയെ അംഗീകരിക്കുന്നു. 3, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം തള്ളിക്കളയുന്നു. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുന്നു. അപ്പോൾ VD സതീശൻ ഒരൊറ്റ കമന്റ് പറഞ്ഞു, ഒരൊറ്റ അഭിപ്രായം പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ എന്ന നല്ല മനുഷ്യനെ കുറിച്ച് CPM നേതാക്കൾ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് CPM വെട്ടിലായിപ്പോയി. CPM-ലേക്കാണ് സന്ദീപ് വാര്യർ പോയെങ്കിൽ അവർ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കില്ലല്ലോ. ബാലൻ പറഞ്ഞ 2 ദിവസം മുമ്പല്ലേ മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കാത്ത എന്താണ്? ശരിയാണ്, അത് ശരിയാണ്. പക്ഷേ CPM-ലേക്കാണ് പോയിരുന്നത് എങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയാനെ അല്ലേ? ഒരിക്കലുമില്ല. അല്ല, ഒരൊറ്റ മിനിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിവിരോധം ഒരു തെരഞ്ഞെടുപ്പിന് വരെ പുറത്തിയിട്ടില്ല. മാത്രമല്ല അവർക്ക് പറ്റില്ല, അവർക്ക് പറ്റില്ല. ശശി, എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ഇത്? ഇപ്പോൾ 4 പത്രങ്ങളിലേക്കായിട്ട് പരസ്യം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് റേറ്റ് കുറഞ്ഞ പത്രങ്ങളാണ്, ഇവ രണ്ടും അതുകൊണ്ട് കൊടുത്തു. പക്ഷേ മാതൃഭൂമിയിലും ഹിന്ദുവിലും ഈ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അവിടുത്തെ കണ്ടന്റ് ഇതല്ലല്ലോ. അപ്പോൾ ആ ഒരു വാദം എങ്ങനെ നിലനിൽക്കും ശ്രീ TM ശശി? ഇത് കൃത്യമായിട്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ LDF പക്ഷത്തേക്ക് ഏകീകരിക്കാൻ, അതല്ലെങ്കിൽ വോട്ടുകൾ വിഭജിച്ച് പൊക്കോട്ടെ, അവിടെ BJP ജയിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്, ഷാഫി പറമ്പിലൊക്കെ ജയിക്കുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫിക്കായിട്ട് UDF-നായിട്ട് ഏകീകരിച്ചതിന്റെ ഗുണഭോക്താവ് കൂടിയാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം MLA ആയിട്ട് വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നിങ്ങളുടെ പാർട്ടി പോലും വിലയിരുത്തിയ ഒരു ഘടകം അത് തന്നെയാണ്. ഇപ്പോഴും അത് പറയുന്നുണ്ട്, നിങ്ങളതിനെ മതേതര വോട്ടുകൾ എന്ന പേരിട്ടാണ് വിളിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത് വഴി അതൊരു വിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുകൂടിയാണെന്ന് തിരിച്ചറിയുവാനുള്ള ശേഷി എന്തായാലും CPM-നുണ്ടല്ലോ. CPM ആണല്ലോ ഇത് ഈ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. തീർച്ചയായും മഞ്ജുഷേ, ഇതെല്ലാം ഓരോ പത്രത്തിന് എന്തൊക്കെ പരസ്യം കൊടുക്കണമെന്നും ആ പരസ്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ സംബന്ധിച്ച് ഏതർത്ഥത്തിലാണ് ജനങ്ങൾ കാണുകയെന്നും എല്ലാം നല്ല ധാരണയുള്ള പാർട്ടിയാണ് CPM എന്നുള്ള കാര്യം നിങ്ങളാണെങ്കിലും ബാക്കി സഹ പാനലിസ്റ്റുകളാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. വളരെ സന്തോഷം. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ന്റെ ഭാവി എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. ആ ആശങ്കയിൽ വളരെ സന്തോഷമുണ്ട്. ആ CPM-ന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത് വളരെ നന്നായി. എന്താ, ഞങ്ങളുടെ നന്മയെ കുറിച്ചാണല്ലോ കോൺഗ്രസ് ചിന്തിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ പ്രശ്നം മഞ്ജുഷ ഇന്നലെ കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്ഥാനാർത്ഥി ലോഞ്ചിങ് കണ്ടിട്ടുണ്ടാവും. പാലക്കാട്ടിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ആളുകൾ വീക്ഷിക്കുന്നത് ഒന്ന് സ്ഥാനാർത്ഥി ലോഞ്ചിങ് ആണ്,
മറ്റൊന്ന് അതിൽ നടക്കുന്ന ഉടനീളമുള്ള ആ പ്രചരണ രീതികളാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. മറ്റൊന്ന് അതിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു മണ്ഡലത്തിലേക്ക് ഉരുത്തിരിഞ്ഞുണ്ടാവുന്ന. അങ്ങനെയാണ്, തർക്കമില്ലല്ലോ. നിങ്ങൾ നോക്കൂ, തുടക്കം മുതൽ ആ സ്ഥാനാർത്ഥി ലോഞ്ചിങ് തുടക്കം മുതൽ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കൊട്ടിക്കലാശം കഴിയുന്നത് വരെ UDF, അതായത് രാഹുൽ മാങ്കൂട്ടൽ എന്ന സ്ഥാനാർത്ഥിയോ BJP സ്ഥാനാർത്ഥിയോ അതല്ല ഈ BJPയോ UDF ഒന്നും ഇടതുപക്ഷത്തിന്റെ 7 അയലത്ത് വരാൻ കഴിയുന്നില്ല. ഇടതുപക്ഷത്തിന്റെ 7 അയലത്ത് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ജയം പാലക്കാട് ഇടതുപക്ഷത്തിന് ഉറപ്പിച്ചു നിൽക്കുന്നു. ജനമാകെ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ ജയിച്ചു വന്നു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന്റെ ഭാഗമായുള്ള ഇടപെടലാണ് ഇന്നലെയും ഇന്നും മിലിഞ്ഞാന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോ അപ്പോ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. ആ വിവാദം എന്തായിരിക്കണം? എന്നാ പിന്നെ പത്രപരസ്യം ആയിക്കോട്ടെ. ആ പത്രപരസ്യം എന്താണ്? പത്രപരസ്യം ഇല്ലാത്ത FB പോസ്റ്റുകളെ സംബന്ധിച്ച് ഉള്ളാക്കി അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തി എന്ന് പറഞ്ഞ കേൾക്കാൻ രസമുണ്ട്. ഉള്ള പ്രചരണം മുഴുവൻ എന്താണ്? ഉള്ള FB പോസ്റ്റ് മുഴുവൻ. നിലവിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യറിന്റെ FB പോസ്റ്റുകൾ, അദ്ദേഹം പിന്നെ FB പോസ്റ്റ് ഇടുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളെ മോശമാക്കാൻ വേണ്ടിയാണോ? ഒരു വ്യക്തി FB പോസ്റ്റ് അയാൾ പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? പബ്ലിക്കായി വെച്ചിട്ടുള്ള അയാളുടെ FB പോസ്റ്റോ അയാളുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അയാളുടെ പ്രസംഗങ്ങളോ എല്ലാം പബ്ലിക്കായി കിടക്കുന്നതാണ്. അതൊന്നും മാറ്റാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയുള്ള സാധനം അദ്ദേഹം പറഞ്ഞതല്ലേ, അദ്ദേഹം എല്ലാവിധ ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളാണ് സന്ദീപ് വാര്യർ. ഇങ്ങനെയുള്ള സന്ദീപ് വാര്യനാണ് കോൺഗ്രസ് കൂട്ടുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അതും കൂടി കേൾക്കണം. കോൺഗ്രസിന്റെ സഹപാനലിസ്റ്റിന് അല്പം വിഷമമുണ്ട്. എന്താ കാരണം അറിയോ? നിങ്ങൾ മഞ്ജുഷ പാലക്കാട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല മാത്തൂരാണ്. മാത്തൂർ അത്രമാത്രം ന്യൂനപക്ഷ കേന്ദ്രീകരണമുള്ള സ്ഥലമൊന്നുമല്ല. എന്നാലും നിങ്ങളൊന്ന് കേൾക്കണം. ഈ മാത്തൂര് ചുങ്കമണ്ണം ഭാഗത്തുള്ള 5 പള്ളികളുടെ മുമ്പിൽ SDPIയുടെ പ്രവർത്തകർ, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ നോട്ടീസ് വിതരണമാണ്. എന്താ നോട്ടീസ് കേൾക്കണ്ടേ? കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി SDPIയും കൂട്ടുകൂടി ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, മഹാഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, RSSും കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളെ ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ SDPIയും ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടുപിടിച്ച് അങ്ങനെ മറ്റേ മുതുഹിന്ദുത്വം നടത്തി അതിൽ ആളുകളെയും ന്യൂനപക്ഷ പ്രേമം നടത്തി ഇതിൽ വെച്ച ആളുകളെയും കൂടെ കൊണ്ട് നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന വ്യാമോഹം പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെടുന്നതിന്റെ സങ്കടവും വിഷമവുമാണ് ഷാഫി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പത്രപരസ്യം ഇപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് 4 പത്രത്തിൽ പരസ്യം കൊടുത്തില്ലേ? ഇന്നലെ വരെ പറഞ്ഞെന്തായിരുന്നു? ഈ 2 പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തു. 2 പത്രത്തിന് അല്ലല്ലോ പരസ്യം കൊടുത്തത്. സുപ്രഭാതത്തിന് കൊടുത്തിട്ടുണ്ട്, സിറാജിന് കൊടുത്തിട്ടുണ്ട്, ദ ഹിന്ദുവിന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ പത്രത്തിനും ഒരേ സാധനം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അല്ലല്ലേ ഏറ്റവും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും വികസന നേട്ടമാണല്ലോ. LDF സർക്കാരിന്റെ വികസന നേട്ടം, അതായത് സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ മാതൃഭൂമിയിലും ഹിന്ദുവിലും ആ രീതിയിലുള്ള പരസ്യമാണല്ലോ. ഇല്ല, തെറ്റുണ്ടെങ്കിൽ താങ്കൾ തിരുത്തണം. ഈ കണ്ടന്റ് ഇത് മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം നൽകിയതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്ന് അന്വേഷിച്ച് മറ്റൊരിടത്തും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഒരു സംഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള പ്രചാരണമായിരുന്നുവല്ലോ നിങ്ങളുടെ ടാഗ് ലൈൻ. അത് ഇതേ രീതിയിൽ തന്നെ സുപ്രഭാതത്തിൽ വന്നത് എങ്ങനെയാണ്? അതുപോലെയാണോ ദീപികയിൽ വന്നത്? അങ്ങനെയല്ലല്ലോ. ഇത് നിയമസഭയിൽ നജീബ് കാന്തപുരം അതിനുശേഷം ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണിത്. ആര് പറഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് ഞങ്ങൾ അവിടെയും വിലയിരുത്തിയിട്ടില്ല. പിന്നെ മാധ്യമങ്ങളോ ഞങ്ങളുടെ എതിരാളികളെ വിലയിരുത്തി. ഇവിടുത്തെ പ്രശ്നം മാതൃഭൂമിയിൽ അല്ല, തിരിച്ചടി ഉണ്ടായത് പരസ്യം കൊടുത്തുകൊണ്ടാണോ? അങ്ങനെയല്ല, അങ്ങനെയൊന്നും ആരും വിലയിരുത്തിയിട്ടില്ല. പരസ്യത്തിന്റെ കണ്ടന്റ് ഇന്നതായിരുന്നു, അതുകൊണ്ട് തിരിച്ചടി ഉണ്ടായിരുന്നു എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലുതായി ഏത് സമയം വിജയിച്ചില്ലാന്ന്? തെരഞ്ഞെടുപ്പിൽ പരാജയം ഇടതുപക്ഷത്തിന് ഉണ്ടായതിന്റെ കാരണം പത്രപരസ്യം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയാണ് വിലയിരുത്തിയെങ്കിൽ ഞങ്ങൾ വീണ്ടും പത്രപരസ്യം കൊടുക്കില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? പത്രത്തിൽ വരുന്ന പരസ്യങ്ങൾ ഇവരുടെ എല്ലാം പബ്ലിക്കായി വിട്ട സാധനങ്ങളല്ലേ? അതിൽ വെക്കുന്നതിൽ എന്തിനാണ് മടി, എന്തിനാണ് പേടി?
ഇന്ന് ഞാൻ പറയുന്ന കാര്യം ഞാനിപ്പോ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് പബ്ലിക്കാണല്ലോ, പൊതുവിഷയങ്ങളാണല്ലോ. സ്വകാര്യ വിഷയങ്ങളാണെങ്കിൽ പോട്ടെ വെക്കാം. പൊതുവിഷയങ്ങളെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം നാളെ നിങ്ങൾ ഇന്നതാൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മോശക്കാരനാക്കിക്കൊണ്ട് എന്താ കാര്യം? നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ വിഭജിക്കുന്നതിന്, അവരെ വിഷമിപ്പിക്കുന്നതിന് ഏറ്റവും അധികം അഭിപ്രായം പറഞ്ഞ, അത് ഏറ്റവും അധികം ഇടപെട്ട സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിൽക്കുമ്പോ ആ കോൺഗ്രസിൽ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അപ്പൊ പ്രശ്നം എന്താ? മൃദുഹിന്ദുത്വം സ്വീകരിച്ച് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഈ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന SDPIയെയും ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചുകൊണ്ട് അവരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ RSSന്റെ പ്രധാനപ്പെട്ട ആളുകളെ കയ്യിലെടുത്ത് ആ നിലയിലുള്ള ആളുകൾ കണ്ടെടുത്ത് നോക്കുക. പക്ഷേ ഈ പാലക്കാട് നോക്കുകയാണെങ്കിൽ TM ശശി, പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി എത്തിയ ആളാണ്. കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് വന്ന ആളാണല്ലോ, സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഡോക്ടർ പി സരിൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും കടന്നാക്രമിച്ചുകൊണ്ട് സരിൻ നടത്തിയ കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് നിലനിൽക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് ഒരു ഇരട്ടത്താപ്പായിട്ട് തന്നെ കാണേണ്ടി വരും. അത് ശരിയാണെങ്കിൽ ഇവിടെ സന്ദീപിനെ സ്വീകരിച്ച കോൺഗ്രസിന്റെ നിലപാടും ശരിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അത് മാത്രമല്ല, AK ബാലൻ പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ നട്ടലുള്ള ആളാണ്, നിലപാടുള്ള ആളാണ് എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ആ നിലപാട് മുസ്ലിം വിരുദ്ധ നിലപാടായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഞാനത് പറയാം. അത് പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ഇത്തിരി സമയം വേണം, നിങ്ങൾ കേൾക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞത് AK ബാലൻ ഇങ്ങനെ പറഞ്ഞു, നേരത്തെ സരിൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെയാണ് ഈ സരിൻ പറഞ്ഞ വിഷയം. എന്താ നോക്കൂ, സരിൻ പറഞ്ഞതെല്ലാം ഈ ചാനലിൽ എല്ലാ പത്രക്കാരുടെ അടുത്തും സാധനം കിടക്കാണ്. എന്താ സരിൻ പറഞ്ഞ? എന്താ കേരളത്തിലെ കോൺഗ്രസ് VD സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പലും കൂടി ചേർന്ന് ഹൈജാക്ക് ചെയ്ത് ഏകാധിപത്യ പ്രവണതയുമായി മുന്നോട്ട് പോകുന്നു. 2, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഷാഫി പറമ്പൽ RSSുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ഡീലിന്റെ ഭാഗമായാണ് RSSനെതിരെ ഒരു വാക്കും ഉണ്ടാതിരിക്കുന്നത്. ഞാൻ എന്റെ സിവിൽ സർവീസ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മതനിരപേക്ഷ സംവിധാനത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഈ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള RSSുമായി ഡീൽ ഉണ്ടാക്കി പോകുന്ന ഒരു കോൺഗ്രസിന്റെ മുന്നിലേക്ക് എനിക്ക് ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം CPM ഓഫീസിലേക്ക് വരുന്നത്. ഞാനിത് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പറയാം. മഞ്ജുഷേ, ഞാൻ പറയുന്നത് പൂർത്തിയാക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും ആരാണ് ഡീലാണെന്ന്. ഒന്ന് നോക്കൂ, ഞാൻ DYFIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ദീർഘകാലം ഇരുന്ന ആളാണല്ലോ. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ RSSന്റെ RSSന്റെ ബാനർ മുനിസിപ്പാലിറ്റിയിൽ പൊക്കി. ഈ 13 കൊല്ലമായി പാലക്കാട്ടിലെ MLAന്റെ പേര് ഷാഫി പറമ്പിലല്ലേ, അവിടെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രകടനം ആ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇനി അതുപോട്ടെ, പ്രകടനം നടത്തി കേസിൽ പ്രതിയായ ഒരാളാ ഞാൻ, അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ അവിടെ നിൽക്കൂ. രണ്ടാമത്, ഈ 10 കൊല്ലമായി നിങ്ങൾ ആ മുനിസിപ്പാലിറ്റി ഉൾപ്രദേശത്ത് പോയി നോക്കിയില്ലേ? മുനിസിപ്പാലിറ്റി കെടുകാര്യ സ്ഥിതിയാണ് മഞ്ജുഷേ. റോഡുകളില്ല, വെള്ളമില്ല, ആളുകൾക്ക് മാന്യമായി നടക്കാൻ പറ്റില്ല. മറ്റു മുനിസിപ്പാലിറ്റികളിലൊക്കെ യൂസർ ഫീ, ഹരിതകർമ്മസേന യൂസർ ഫീ 100 രൂപയും 50 രൂപ ആകുമ്പോൾ ഇവിടെ 300 രൂപ. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ടാമത്തെ കക്ഷിയായി ഈ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഉണ്ടാവുമ്പോൾ, MLA 13 കൊല്ലമായി ഷാഫി പറമ്പ് ഉണ്ടാവുമ്പോൾ ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേണ്ട, ഒരു FB പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് FB പോസ്റ്റ് ഇടുന്നില്ല? അവിടെയാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട് ഷാഫി പറമ്പൽ BJPയുമായി ഡീലാണെന്ന് സരിൻ പറഞ്ഞത്. അതുകൊണ്ടാണെന്നേ നമ്മൾ പറയുമ്പോ ഒരു വസ്തുത വെച്ചുകൊണ്ടേ പറയാൻ, അതുകൊണ്ടാണ് ഡീലാണെന്ന് ഉറപ്പിക്കുന്നത്. പിന്നെ സരിൻ പറഞ്ഞതും എന്താണ് സന്ദീപ് പറയുന്നത് ഒന്നാമത് എങ്ങനെയാ? സരിൻ ഈ വിഷയം വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. പക്ഷെ സന്ദീപ് വാര്യർ ഈ നിമിഷം വരെ BJPയെ തള്ളി പറഞ്ഞിട്ടില്ല. സന്ദീപ് ഈ നിമിഷം വരെ ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്ക് മാപ്പ് തരണം, ഞാൻ ഈ മതനിരപേക്ഷ ചിന്തയുള്ള ഈ കേരളത്തിനോട് ഞാൻ ചെയ്തത് തെറ്റാണ്, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ അവരെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഇന്ന് വരെ ഞാൻ ഈ സരിന്റെ കാര്യത്തിലും സന്ദീപിന്റെ കാര്യത്തിലും ഒക്കെ ഒരേ നിലപാട് തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല. സരിൻ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ സന്ദീപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ആ നിലപാടുകൾ അന്ന് ആ പാർട്ടിയിൽ ഉള്ളപ്പോൾ ഉള്ള നിലപാടായിരുന്നു, ഇപ്പോൾ അതല്ല നിലപാട്. അത് മാത്രമല്ല, BJPക്കെതിരെയും RSSനെതിരെ പോലും പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വിട്ടുവന്നത്. ശ്രീ ശശി, അതായത് ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാം.
സന്ദീപ് ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടല്ല വന്നത്. അദ്ദേഹം അതിനിടയിലുള്ള എനിക്ക് ചേർന്നിട്ടില്ല, എന്നെ സ്റ്റേജിൽ അവമാനിച്ചു എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇവര് കാണുന്നത് കോൺഗ്രസ് ഓഫീസിൽ പത്രസമ്മേളനം നടത്തുമ്പോഴാ. കോൺഗ്രസ് ഓഫീസിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ പിന്നെ അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റുമോ? അതിനു മുമ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്ന്. ഇനി വേറൊന്നും പറയട്ടെ, അങ്ങനെ വിട്ടുവന്ന ഒരാൾക്ക് ഇന്ന് RSSന് കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കുന്നു പറയാൻ വഴി ഇപ്പൊ കോൺഗ്രസ് നേതാവാണല്ലോ സന്ദീപ് വാര്യർ. കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർക്ക് എങ്ങനെയാണ് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി കഴിയുക RSS കാര്യാലയത്തിന്? അതാണ് ഞാൻ പറഞ്ഞത്. RSSൽ നിൽക്കുന്ന, ഞാൻ ഇന്നലെ തന്നെ മറ്റൊരു ചാനലിൽ പറഞ്ഞ പോലെ, RSSൽ നിൽക്കുന്നതും കോൺഗ്രസിൽ നിൽക്കുന്നതും സന്ദീപിന് ഒന്നാണ്. എന്തുകൊണ്ടാണ്? RSSൽ ജനസ്വീകാര്യത്തിന് കുറവുണ്ട്, എന്നാൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ നല്ലപോലെ ഹിന്ദുത്വമായി നിൽക്കുകയും ചെയ്യുക, RSSന്റെ പണിയൊക്കെ നടത്തുകയും ചെയ്യുക, എന്നാൽ കോൺഗ്രസ് ആയി നിൽക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് സന്ദീപ് ഇതിൽ വന്നതെന്നാ. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താ? AK ബാലൻ പറഞ്ഞത്, AK ബാലൻ പറഞ്ഞ വിഷയം, AK ബാലൻ പറഞ്ഞത് ഇന്ന് MP രേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. പറഞ്ഞ വിഷയം അമ്മയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമാണ്. രാഷ്ട്രീയ നിലപാട് സന്ദീപ് വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുന്ന. അന്ന് കൂട്ടത്തിൽ MP രേഷൻ ഒന്നുകൂടി കൂട്ടിച്ചേർത്തി പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? മതനിരപേക്ഷയുടെ കാര്യത്തിൽ, വർഗീയതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അത്രമാത്രം ഈ സമൂഹത്തിൽ മലിനമാക്കുന്ന വിവിധങ്ങളായ പ്രസ്താവനകൾ, ഇടപെടലുകൾ, പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയാം, ഞാൻ CPM ആണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഞങ്ങൾ അവർ തമ്മിൽ അതായത് മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം. ജിജി ജോസഫ് കൂടിയുണ്ട് ശശി. മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രമായിട്ട് LDF ഈ പരസ്യം കൊടുത്തതിനെ, അതിലെ കണ്ടന്റും കൂടി നോക്കണം നിങ്ങൾ. അത് സന്ദീപ് വാര്യരുടെ വാചകങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഈ സന്ദീപ് വാര്യർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിക്കാനും പറ്റുകയില്ല, കാരണം അത് BJPയുടെ നിലപാട് തന്നെയാണ്. അതേസമയം LDF ഇങ്ങനെ പരസ്യം കൊടുത്തത് എന്തിനാണ് എന്നുള്ള ആ ലക്ഷ്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണല്ലോ നിങ്ങളൊരു നിലപാടെടുക്കുന്നത്. അതെന്താണ്? അല്ല, നിലപാടുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് സത്യത്തിൽ മഞ്ജുഷ് ഈ ചർച്ചയ്ക്ക് BJP പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മളെ വിളിക്കണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇവർ ഈ തനിനിറം ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങട്ടെ. എന്തൊക്കെയാ ഇവർ പറഞ്ഞ്? വർഗീയതയ്ക്കെതിരെ, പുരോഗമനപരമായിട്ട്, ഇത് ജനാധിപത്യ കേരളമാണ്, ഇത് പ്രബുദ്ധ കേരളമാണ്, ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയാണ്, BJPക്കെതിരെ നിലകൊള്ളുകയാണ്, വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഇവരെന്തൊക്കെ ഈ പറയുന്നത്? ഇവർ വർഗീയതയല്ലാതെ ഒന്നും പറയുന്നില്ല. കാഫർ ഷോട്ടിന്റെ ക്ഷീണം മാറിയില്ല. അതിനു മുമ്പ് തുടങ്ങിയത് എന്താ? ഇവര് ഒരാള് പറയുകയാണ്, MP രാജേഷ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ റിജിൻ മാക്കുട്ടി പശുക്കുട്ടിയെ അറുത്ത് റോഡിലിട്ട് അറുത്ത് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്? ഏത് പത്രത്തിലാണ് പരസ്യം കൊടുക്കുന്നത്? ആരാണ് TG? ആരാണ് ടാർഗറ്റ് പോയിന്റ്? ടാർഗറ്റ് പോയിന്റ് 23% വരുന്ന ഒരു ന്യൂനപക്ഷത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമാണ് ടാർഗറ്റ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. ഒരാൾ ഗ്രീൻ ആർമി ഇറക്കുമ്പോൾ മറ്റേ ആൾ ഗ്രീൻ സ്ക്വാഡ് ഇറക്കുന്നു. എന്നിട്ട് ഈ നാട്ടിൽ മത്സരിക്കുകയാണ്. മുസ്ലിം പ്രീണനത്തിന് വേണ്ടി രണ്ടുപേരും മത്സരിക്കുക. എന്നിട്ട് രണ്ടുപേരും ബാക്കിയുള്ളവരാരും മനുഷ്യരില്ലേ? അവരാരും വോട്ടർമാരില്ലേ? നിങ്ങൾ രണ്ടുപേരും എന്താ ഈ പറയുന്നത്? ഞങ്ങളെ ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പത്രത്തിൽ പരസ്യം കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ പശുക്കുട്ടി അറുത്തുകൊണ്ട് നിങ്ങൾ ഇത് കാണിക്കുന്നത്? ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ജിൻഡോയെ അടുത്ത് ഞാൻ പറഞ്ഞു, മുനമ്പം വിഷയം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു? നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ പറഞ്ഞു, ജിജി വർഗീയത പറയരുത്. മുനമ്പം പ്രശ്നം എങ്ങനെയാണ് വർഗീയതയാവുന്നത്? നിങ്ങൾക്കെല്ലാം വർഗീയത ഒരു വിഭാഗത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്നിട്ട് വിളിച്ചു പറയുന്നത് സംഘപരിവാർ ഫാസിസ്റ്റാണ്, ഇവരാകെ വർഗീയതയാണ്, കുഴപ്പമുണ്ടാകും. ഞങ്ങളിപ്പോൾ ഇതാ മാറിയിരിക്കുക. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പാലക്കാടിന്റെ വീഥികളിൽ നിങ്ങളിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് നിങ്ങൾ CPMന്റെ പ്രതിനിധിയല്ലേ പറഞ്ഞതും പൊതു പ്ലാറ്റ്ഫോമിൽ ഉള്ളതുമായ വാചകങ്ങളാണ് അവർ പരസ്യത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യരുടെ ഈ നിലപാടിനെ, പഴയ നിലപാടിനെ എന്ന് പറയാം, ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് നിലപാട് മാറി എന്നാണല്ലോ, ഇതിനെ തുറന്നു കാട്ടുവാൻ CPM തയ്യാറാവരുത് എന്നാണോ താങ്കൾ പറയുന്നത്? CPM-ഉം LDF-ഉം സന്ദീപ്
സന്ദീപ് അങ്ങനെ സമൂഹത്തിന് ചേരാത്ത പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. സമൂഹത്തിന് ചേരാത്ത പല നിലപാടുകൾ എടുത്ത സമയത്ത് സന്ദീപിന് പല പ്രാവശ്യവും താക്കീത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താക്കീത് കൊടുത്തതിന് ശേഷം ആ താക്കീതുകളൊന്നും കേൾക്കാതെ വീണ്ടും വിദ്വേഷപരമായ കാര്യങ്ങൾ നടത്തുമ്പോൾ, പ്രചരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് സംസ്ഥാന പ്രസിഡന്റ് പല പ്രശ്നങ്ങളും പാർട്ടിയുടെ നിലപാടാണ്. ഇതെല്ലാം ഇപ്പോഴും BJPയുടെ നിലപാടാണ്. ഈ സിറാജിലും സുപ്രഭാതത്തിലും നോക്കുമ്പോൾ LDFന്റെ ഈ പരസ്യം നോക്കുമ്പോൾ അതിൽ സന്ദീപിന്റേതായി വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നിലവിൽ BJPയുടെ നിലപാട് തന്നെയല്ലേ? സന്ദീപ് അന്ന് BJPയുടെ ഉജ്ജ്വലനായ വക്താവായിരുന്നത് കൊണ്ട് കുറച്ചുകൂടി ആളുകളെ കൊല്ലണം എന്നൊന്നും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ടുണ്ടോ? ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് BJPയുടെ നിലപാടുകളിലെ പോസ്റ്റ് ഇടുന്നത്. പക്ഷെ ഇവിടെ ഇട്ട പോസ്റ്റുകളൊന്നും അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇട്ട പോസ്റ്റുകൾ മുഴുവൻ അല്ലാത്ത പോസ്റ്റുകളല്ലേ. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെന്നേ. നമ്മളൊരാളെ പാർട്ടിയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നമ്മൾ പല നിലപാടുകളെടുക്കും. നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളുള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് പല സമയത്തായിട്ട് വാൺ ചെയ്തിട്ടുള്ളത്. ഈ വാണിംഗ് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സഹിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ഈ പാർട്ടിയിൽപ്പെട്ട എത്രയോ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന PK കൃഷ്ണദാസ്, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള MT രമേശ്, അതുപോലെ AN രാധാകൃഷ്ണൻ, ഇതുപോലെ എല്ലാവരുടെയും പോസ്റ്റിൽ ആരുടെയെങ്കിലും പോസ്റ്റിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? മാന്യമായ രാഷ്ട്രീയം പറയുന്ന പോസ്റ്റുകളാണ് ഉള്ളത്. അല്ലാത്ത പോസ്റ്റുകൾ പല സമയത്തും ഒരല്പം കൂടുതലായി പോയി എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തിനെതിരെ പല നിലപാടുകളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതും. അല്ലാതെ മറ്റൊന്നുമല്ല കാരണം. കസേര കിട്ടാത്തൊക്കെയാണ് കാരണം. കസേര കിട്ടാത്ത ഇവിടെ ആർക്ക് കസേര കിട്ടി? ഞാൻ ആ പരിപാടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സംസ്ഥാന ഭാരവാഹി ലിസ്റ്റിൽ പെട്ട ആളാണ്. അങ്ങനെ എത്രയോ സംസ്ഥാന ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ താഴെയല്ലിരുന്നത്. സന്ദീപ് സംസ്ഥാന കമ്മിറ്റി അംഗം. ഒരു പ്രോട്ടോകോൾ ഇല്ലേ, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കസേര വേണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അതൊന്നുമല്ല കാരണം മറ്റ് പലതുമാണ്. ഈ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് പോകാനുള്ള കാരണവും. ഈ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് പാർട്ടിയിൽ വരുമ്പോൾ ആദ്യം പാണക്കാട് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു രാഷ്ട്രീയ മര്യാദയാണ് സാറേ. അവിടെയാണ് അത്. അങ്ങനെ ഒരു മുന്നണിയിൽ എന്നാ PJ ജോസഫിനെ കാണിക്കാൻ എന്താ? അതെന്താ കാരണം? PJ ജോസഫിനെ കാണാൻ പോയില്ല എന്ന ആത്മീയ ആചാരനാണ്. തട്ടിൽ പിതാവിനെ കാണാൻ പോകാത്ത എന്താ? ഇവരൊന്നും അവരെ ബഹുമാനിക്കുന്നില്ലെന്നേ. അതല്ലെന്ന് ഈ രണ്ട് കക്ഷികളുടെയും പ്രശ്നം. രണ്ട് കക്ഷികളും ഒരേ സ്ക്വാഡല്ലേ ഉണ്ടാക്കിയെന്ന്. ഗ്രീൻ സ്ക്വാഡും ഗ്രീൻ ആർമിയും ഉണ്ടാക്കിയെന്ന രണ്ട് കക്ഷികളും അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ലേ. ഇവർ തമ്മിൽ തല്ലുന്നൊന്ന് കാണാമായിരുന്നു. പാണക്കാട് പോയതിനെ LDFും എതിർത്തിരുന്നു. അല്ല, ഞാൻ പാണക്കാട് പോയതിനെ LDF എതിർത്താനല്ല പറഞ്ഞത്. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗതികേടിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുന്ന് തൃശ്ശൂർ വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ കുഞ്ഞാലിക്കുട്ടിയോടും തങ്ങളോടും ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ സമരം നടത്താൻ CPMും കോൺഗ്രസും നടത്തുന്ന ഒരു വ്യഗ്രത, കോട്ടയത്തേക്കോ കൊച്ചിയിലേക്കോ വന്ന് ഈ വ്യഗ്രതയൊന്നും ഇല്ലാത്തതും നമ്മൾ കാണുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട വർഗീയത പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് അറിയാമോ? ഒന്ന് ഇസ്രായേൽ പ്രശ്നം, രണ്ട് മുനമ്പം. ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇവരുടെ വർഗീയത ഉള്ള പ്രശ്നങ്ങൾ. ബാക്കി അവർ ടാർഗറ്റ് ചെയ്യുന്ന മുഴുവനും ഒരു വിഭാഗത്തെ മാത്രമാണ്. മറ്റു വിഭാഗങ്ങൾ ആരും ഈ കേരളത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ള തോന്നലിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് വർഗീയത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നന്നായി വർഗീയത കളിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരളത്തിൽ ഇവർ ഈ തെരഞ്ഞെടുപ്പ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ വർഗീയതയാണ് കളിച്ചിട്ടുള്ളത്. CPMും കോൺഗ്രസും വീടിനകത്തേക്ക് വർഗീയത കയറ്റിക്കൊണ്ടുപോയി അവിടെ തിരുനാളം കത്തിച്ച് അവിടെ നിന്ന് ലാഭം കൊയ്ത് അങ്ങനെ അധികാരത്തിലെത്തിയവരാണ്
പുറത്ത് വന്നു നിന്ന് ഞങ്ങൾ പുരോഗമനവാദികളാണ്, ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണ്, ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ്, ഒരേ ചേരിയാണ്, BJP ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയും BJP വന്നാൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ക്രിസ്ത്യാനികൾ ഈ നാട് വിട്ടേ ഈ ഇസ്രായേലിലേക്ക് പോകേണ്ടി വരും, അല്ല അമേരിക്കയിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ്. 2014 അധികാരത്തിൽ വന്നപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കും രക്ഷയില്ല, വേണമെങ്കിൽ പാകിസ്ഥാനിൽ പൊക്കോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പൊക്കോ, വേണമെങ്കിൽ ബംഗ്ലാദേശിൽ പൊക്കോ എന്ന് പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ്. ആ നാട്ടുകാർക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ നാട്ടിലൊരു പ്രശ്നമില്ല. UP-യിൽ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലായുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത്. വികസനമാണ് ഞങ്ങളുടെ അജണ്ട, വികസനം വീട്ടിലെത്തിക്കുന്നതാണ് ഞങ്ങളുടെ അജണ്ട. TM ശശി പറഞ്ഞ കാര്യമുണ്ട്. ഈ കണ്ടന്റുകളൊന്നും സത്യമല്ലാത്ത കണ്ടന്റുകളല്ലല്ലോ, അത് വാസ്തവമാണല്ലോ. ഇതെല്ലാം സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യമാണ്, പൊതു പ്ലാറ്റ്ഫോമിൽ ഉള്ള കാര്യങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കി അവർക്കിപ്പോൾ സന്ദീപ് വാര്യരുടെ നിലപാട് അത് സത്യസന്ധമാണോ എന്നുള്ളൊരു നിലപാടെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പത്രത്തിൽ പരസ്യം വന്നു എന്ന് വെച്ച് ഇതങ്ങോട്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ ആകെ ഏകീകരിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വിഭജിക്കുന്നതിനോ വേണ്ടി ചെയ്ത പ്രവൃത്തി എന്ന് എങ്ങനെ പറയാൻ കഴിയും? എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നോക്കൂ മഞ്ജുഷ, ഇവര് പരസ്യം കൊടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പഴയകാല മുസ്ലിം അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവര് പഴയകാല മുസ്ലിങ്ങളാണ് വിചാരിക്കുക. കേരളത്തിലെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായിട്ട് വളരെയധികം വിവേകമുള്ളവരായി മാറി ഇവര് മറന്നുപോയി. ഇവരുടെ ധാരണ ഇങ്ങനെയൊക്കെ പരസ്യം ഇട്ട് കൊടുത്താൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ അതല്ല പറയുന്നത്. ഇങ്ങനെ പരസ്യം ഇടാനുള്ള തയ്യാറാക്കാനുള്ള CPM-ന്റെ മാനസികാവസ്ഥ നിങ്ങളും ആലോചിച്ച് നോക്കും. ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ എന്താണ്? അതായത് നമ്മുടെ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ശരി, അപ്പൊ മഞ്ജുഷ ചോദിച്ചു സരിൻ പണ്ട് ഫേസ്ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളോ? അത് വേറെ, ഇത് വേറെ. ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങളല്ലേ. ഈ ജനങ്ങൾ ഇവരെ പരിഹസിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മഞ്ജുഷേ? അതായത് ഇപ്പൊ ക്യാപ്സ്യൂൾ ഫാക്ടറി പൂട്ടിയെന്നുണ്ട് CPM-ന്റെ. കാരണം എന്താ പറയുക, ക്യാപ്സ്യൂൾ കൊടുക്കാൻ പറ്റുന്നില്ല. എന്ത് ക്യാപ്സ്യൂളാ കൊടുക്കുക ചാനൽ ചർച്ച പറയാനായിട്ട്? അത് പറ്റുന്നില്ല ഇവർക്ക്. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ നിലപാടല്ല ഇന്ന് രാത്രി, രാവിലത്തെ രാജേഷിന്റെ നിലപാടല്ല വൈകുന്നേരത്തെ രാജേഷിന്റെ നിലപാട്, രാവിലത്തെ ബാലന്റെ നിലപാടല്ല വൈകുന്നേരത്തെ AK ബാലന്റെ നിലപാട്. അപ്പൊ ക്യാപ്സ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. CPM-ന്റെ മുഖപത്രത്തിൽ ഇന്ന് ഈ പരസ്യം കൊടുത്തിട്ടുണ്ടോ? VD സതീശൻ ചോദിച്ചാണത്, ഞാൻ ചോദിക്കുന്നതല്ല. CPM-ന്റെ മുഖപത്രത്തിൽ ഈ പരസ്യമില്ല. അപ്പൊ CPM-ന്റെ പ്രവർത്തകരാരും സന്ദീപ് വാര്യരുടെ കഴിഞ്ഞകാല ചെയ്തികൾ വായിക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പാർട്ടി പ്രവർത്തകര് ആശയക്കുഴപ്പത്തിലാവുകയും അവര് പാർട്ടിയെ എന്താ പറയുക, പാർട്ടിയുടെ ആശയ പാപ്പരത്ത അതായത് പറഞ്ഞ കുറച്ച് താത്വിക വശതകൾ നമ്മൾ കാണണമെന്ന് ഗോവിന്ദ മാഷ് പറയുന്ന പോലെ. ഇത് ഈ സമ്മേളനങ്ങൾ, അടുത്ത സമ്മേളനങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഒരു തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ വേണ്ടിയിട്ട് 3-4 എന്താ പറയുക മണ്ടത്തരങ്ങളാണ് പാലക്കാട്ട് CPM കാണിച്ചത്. ഒന്നാമത്തെ മണ്ടത്തരം അറിയാമല്ലോ, അരിവാൾ ചുറ്റുകയില്ല. രണ്ടാമത്തെ മണ്ടത്തരം അറിയാമല്ലോ, പെട്ടി. മൂന്നാമത്തെ മണ്ടത്തരം അറിയാമല്ലോ, സ്പിരിറ്റ്. ഇനി ഏത് മണ്ടത്തരാണെന്നുള്ളത് ഇവിടെ ഞാൻ മറന്നുപോയി. ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. നേരെ പറഞ്ഞ കോൺഗ്രസ് ഒറ്റ തവണയെ പറഞ്ഞുള്ളൂ. 2 കാര്യം കോൺഗ്രസ് പറഞ്ഞുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഒന്ന്, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പട്ടികജാതിക്കാരനെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഒഴിവാക്കിയിരിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളില്ലാത്ത മന്ത്രിസഭ ഇതായിരിക്കുന്നു, മാത്യു കുഴൽനാടൻ പറഞ്ഞത്. 2, ഈ അവസാന കാലത്ത് നമ്മളുടെ പാലക്കാട്ടുള്ള സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം, അപ്പൊ VD സതീശൻ പറഞ്ഞ കാര്യം, AK ബാലനും മന്ത്രി രാജേഷും പറഞ്ഞ കാര്യം, ഇത് മാത്രം മതി. ഇവര് CPM-ന്റെ മുഖപത്രത്തിൽ കൊടുക്കാത്ത പരസ്യം റേറ്റ് കുറഞ്ഞ പത്രത്തിൽ കൊടുക്കുമ്പോൾ CPM-ന്റെ അണികൾ ഈ പരസ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളണ്ട എന്നതാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാണക്കാട് തങ്ങൾ എന്ന രാഷ്ട്രീയ നേതാവിനെയാണ് ഞാൻ വിമർശിക്കുന്നതെന്നാ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ ഇത്രയും കാലം പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗ് ഏത് പാർട്ടിയാണെന്നാ മുഖ്യമന്ത്രി വിചാരിച്ചത്? മുസ്ലിം ലീഗിനെ കോഴിക്കോട്ടെ നമ്മുടെ പല സമ്മേളനങ്ങളും CPM ക്ഷണിച്ചത് എന്തിനാണ് CPM ക്ഷണിച്ചത്? മുസ്ലിം ലീഗിനെ ഈ പലസ്തീൻ വിഷയത്തിലൊക്കെ ക്ഷണിച്ചത് എന്തിനാണ് മുസ്ലിം ലീഗിനെ? അന്ന് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഓർമ്മയുണ്ടായിരുന്നില്ലേ? അത് പാണക്കാട് താങ്കളാണ് അന്നും പ്രസിഡന്റ് എന്ന് പിണറായി വിജയൻ ഓർമ്മയുണ്ടായിരുന്നില്ലേ? ഒരു കാര്യം മഞ്ജുഷ മനസ്സിലാക്കണം.
BJP CPM ഡീൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു പത്രപ്രവർത്തകനായ കോൺഗ്രസ് സഹയാത്രികനാണ് ഞാൻ. അപ്പൊ ഞാനൊക്കെ ഇതൊരു രാഷ്ട്രീയമായ ചില പ്രസംഗം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മഞ്ജുഷിന് തോന്നുന്നില്ലേ പാലക്കാട്ടെ CPM-ന്റെയും BJP-യുടെയും നിലപാടുകൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അവിടെ CPM 3-ാം സ്ഥാനത്താണ്. എന്തായാലും കയറി വരില്ലെന്ന് ഉറപ്പായി. കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പായി. CPM ആഗ്രഹിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് മുക്തമാകണം. BJP ആഗ്രഹിക്കുന്നത് ഭാരതത്തിന്റെ ഒരു ഭാഗമായ കേരളത്തിലും കോൺഗ്രസ് മുക്തമാകണം. അപ്പൊ പിന്നെ രണ്ടു കൂട്ടരും എന്താ ചെയ്യുന്നത്? അവിടെ ഇപ്പൊ ആർക്ക് വോട്ട് ചെയ്യാനായിരിക്കും ഈ സന്ദേശം പിണറായി കൊടുത്തിട്ടുണ്ടാവുക? അതായത് ഡീലുണ്ട്, CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്. അതിന്റെ അവസാനത്തെ പ്രതിഫലനമാണ് മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തത്. ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ ഇതോട് പറഞ്ഞത് ഒറ്റ കാര്യം. അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എന്തിനാണ് CPM വെപ്രാളപ്പെടുന്നത്? കഴിഞ്ഞ വടകരെ കണ്ടതല്ലേ, എന്തൊരു വെപ്രാളമായിരുന്നു. തൃക്കാക്കരെ കണ്ടതല്ലേ, ഒരു വീഡിയോ, എന്തൊരു വെപ്രാളമായിരുന്നു. പൊളിഞ്ഞുപോയില്ലേ? വടകരെ കണ്ടില്ലേ, കാഫിർ. ഇതിന് ആരാ അവസാന പ്രതിസ്ഥാനത്ത് ആരെയാ കൊണ്ടുവന്നേ പോലീസ്? ആ കേസ് എന്തായി? ഇപ്പോഴാ ഇവിടെ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ദേശാഭിമാനിയിൽ എന്തുകൊണ്ട് ഈ പരസ്യം വന്നില്ല? ഒരു സെക്കൻഡ്, ദേശാഭിമാനിയിൽ എന്തുകൊണ്ട് ഈ പരസ്യം വന്നില്ല? പാർട്ടിയുടെ കേഡർമാർ ഈ പരസ്യം കാണാൻ പാടില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ശ്രീ N. ശ്രീകുമാർ ഉന്നയിച്ചത്. അത് ശരിയുമാണല്ലോ. ഇതിപ്പോൾ മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രം നൽകുക വഴി ലക്ഷ്യം വെക്കുന്നത് ആ സമുദായത്തെയാണ്. അങ്ങനെ ഒന്നുകിൽ ഏകീകരണം അല്ലെങ്കിൽ ഭിന്നിപ്പ് അങ്ങനെ ഉണ്ടായി. ഒന്നുകിൽ സരിന് അനുകൂലമായിട്ട് വോട്ടുകൾ വരട്ടെ, അതല്ലെങ്കിൽ UDF-ന് വോട്ടുകൾ കിട്ടാതെ പോകട്ടെ. ഇതാണല്ലോ തന്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ദേശാഭിമാനിയിൽ കൊടുത്തില്ല എന്നതിനുള്ള ഉത്തരവും അത് തന്നെയാണല്ലോ. അതില് ആദ്യമേ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു തെറ്റിദ്ധരിപ്പിക്കലും അത് ഏറ്റുപിടിക്കുന്ന മഞ്ജുഷിന്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, ശ്രദ്ധയിലാണെന്നിരിക്കാം. തിരുത്തി തരട്ടെ. ദേശാഭിമാനിയിൽ ആ പരസ്യം വന്നില്ല എന്ന് പറയുന്നത്, ആ പരസ്യം വന്നില്ല എന്ന് പറയുന്നത് വാസ്തവമാണ്. പക്ഷെ ആ വാർത്തകൾ വന്നില്ല എന്നത് വാസ്തവ വിരുദ്ധമാവും. അത് ഞാൻ വേർതിരിച്ച് തന്നെ പറയാണ്. പരസ്യം വരുന്നത് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ആളുകൾ അറിയുന്നതിന് വേണ്ടിയാണല്ലോ. ദേശാഭിമാനി പത്രം പണം കൊടുക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ നന്നായി പ്രചരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഞാനിപ്പോൾ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, ഞാനിപ്പോൾ സാധനം എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ ചാനൽ ചർച്ച കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇന്ന് പത്രങ്ങളിൽ വന്നതെല്ലാം ഇന്നലെ ദേശാഭിമാനി പത്രത്തിൽ വളരെ വിശദമായി വന്നൂന്നേ. അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്ക വേണ്ട. ഇന്നലത്തെ ദേശാഭിമാനി പത്രവും ഇന്നത്തെ പത്രം നോക്കിയിട്ടുണ്ടാവും പാലക്കാട് ജില്ലയിൽ ഇറങ്ങിയത് മുഴുവൻ. അപ്പൊ ഞാനത് കാണിച്ചു തരാം. അവിടെ നിന്ന് കേട്ടെ, ഞാൻ കഴിയുമെങ്കിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ കാണിച്ചു തരാം. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുക. എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ അതാണ് പാലക്കാട്. ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. പത്രം സുഹൃത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എടുത്തുതരാം. രണ്ടാമത്തെ പ്രശ്നം ഇവിടെ പറഞ്ഞ എന്താ അറിയോ? ഇവര് പറയുന്നത് തങ്ങളെ വിമർശിക്കുന്നത് പിണറായി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന പിണറായി എന്തുകൊണ്ടാണ് തങ്ങളെ ഇപ്പൊ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് തങ്ങളെ ഇവര് സമ്മേളനത്തിൽ വിളിച്ചെന്ന പിണറായി വളരെ വ്യക്തമായി പറഞ്ഞല്ലേ. നേരത്തെയുള്ള തങ്ങൾമാരെല്ലാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണെന്ന് പറയുമ്പോഴും സമൂഹത്തിൽ ഒരു മാന്യതയോടുകൂടി അഭിപ്രായം പറയാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. എല്ലാവിധ ഉത്തരവാദിത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, നേരത്തെയുള്ള മുസ്ലിം യൂണിയൻ പ്രസിഡന്റുമാരെല്ലാം ഒരു രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോൾ അതിനൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ കേരളം ഈ രാജ്യത്ത് RSSകാർ ഒരു മുഖ്യമന്ത്രിയെ കൊന്നാൽ ഞങ്ങൾ പണം തരാമെന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ആ പിണറായി വിജയനെ BJP മുഖ്യമന്ത്രി, BJP B ടീം എന്നെല്ലാം പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്ഷേപിക്കുമ്പോ മിണ്ടാതിരിക്കില്ല. നിങ്ങളാരെ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ തങ്ങള്? അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യും, ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിങ്ങൾ മാറ്റിവെക്കി ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രസംഗം നടത്തുകയും കേരളം ഈ രാജ്യത്തെ മുഴുവൻ വർഗീയവാദികൾ ഭയത്തോടെയോ അല്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ വർഗീയവാദികൾ നിശാന്തം എതിർക്കുന്ന എല്ലാ നിലയിലും കർക്കശമായി പറയുന്ന പിണറായിയെ വ്യക്തിപരമായും കുടുംബപരമായും തകർക്കാൻ ശ്രമിക്കുന്ന BJP ഏത് നിലയിലും തകർക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ BJP B ടീമായി ഒരു ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചാൽ ഞങ്ങൾ തിരിച്ച് വിമർശിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഞങ്ങൾ പറഞ്ഞത് ആത്മീയ നേതാവിനെയല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. ഇനിയും അദ്ദേഹം ഈ നിലയിൽ നിലവാരം കുറഞ്ഞ മുഖ്യമന്ത്രിയെ പോലെ, കേരളത്തിലെ ആരാധനായ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളെ ഇങ്ങനെ എന്തും പറഞ്ഞാൽ തിരിച്ച് പറയും, തിരിച്ച് കേൾക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊള്ളണം. അതാണ്. പിന്നെ പറയുന്നത് അറിയോ, ഒരു വാക്കും കൂടി ഞാൻ തിരുത്തി പോകാൻ വേണ്ടിയില്ല. ഇദ്ദേഹം പറഞ്ഞൊരു വാചകം, കേരളത്തിൽ കോൺഗ്രസ് മുക്തമാണ് CPM ആഗ്രഹിക്കുന്ന, ദേശീയ തലത്തിൽ കോൺഗ്രസ് മുക്തമാണ് CPM ആഗ്രഹിക്കുന്നത്. ഒറ്റ മറുപടിയെ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ
ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ CPM ആഗ്രഹിക്കുന്നു പറഞ്ഞു. അദ്ദേഹം CPM-ന്റെ ലക്ഷ്യം BJP കോൺഗ്രസ് ഇല്ലാണ്ടാവണം ദേശീയ തലത്തിൽ നിന്ന് CPM ആഗ്രഹിക്കുന്നു പറഞ്ഞു. പറഞ്ഞുകൊണ്ട് മാത്രം ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ചപ്പോ അന്ന് മരിച്ചപ്പോ രാഹുൽ ഗാന്ധിയുടെ FB പോസ്റ്റ് എന്താ പറയുന്നത് നിങ്ങൾക്ക്? രാഹുൽ ഗാന്ധിയുടെ FB പോസ്റ്റ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വെളിച്ചം തന്ന നേതാവെന്നാണ്. ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ മുന്നണി വിട്ടുപോയപ്പോ ഇനി എന്ത് ഇന്ത്യ മുന്നണി എന്ന് ആശങ്കപ്പെടുന്നപ്പോ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണം കുറവാണ് സാർ. സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിന്നത് ഞങ്ങളാണ്. ശ്രീകുമാർ സാർ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ദേശീയ തലത്തിലെ കാര്യമല്ല. ദേശീയ തലത്തിൽ BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത് ഭാരത്, കേരളത്തിൽ CPM ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത് കേരളം. അങ്ങനെയല്ലേ ശ്രീകുമാർ സാർ താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കൾ തെറ്റിദ്ധരിച്ചാണോ? അതായത് സീതാറാം യെച്ചൂരി ഇന്ത്യ മുന്നണിയെ സംരക്ഷിച്ച നേതാവെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. ആ ഇന്ത്യ മുന്നണിയുടെ കോർ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയവരാണ് കേരളത്തിലെ CPM. അതറിയാലോ, രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് കേരളത്തിലെ CPM. കേന്ദ്ര CPM വേറെയാ. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന CPM-ന്റെ നേതാവല്ല കേരളത്തിലെ CPM. കേരള CPM വേറെ, കേന്ദ്ര CPM വേറെ. ഇപ്പൊ രണ്ടും ഒന്നായിട്ടുണ്ട്. മറ്റേത് ബുദ്ധിയുള്ള CPM ഉണ്ടായിരുന്നു, ബുദ്ധിയില്ലാത്ത CPM ഉണ്ടായിരുന്നു. പാലക്കാട് CPM ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, പത്തനംതിട്ട CPM, കണ്ണൂർ CPM. മഞ്ജുഷയിലൊക്കെ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ശശിയുള്ള കാര്യം ഈ പാലക്കാട് തുടർച്ചയായിട്ട് മണ്ടത്തരങ്ങൾ കാണിക്കുകയാണ് CPM എന്ന് അത് എണ്ണി ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി കൂടി. അതായത് ഞാനതാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ 4 ദിവസം 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്താൽ മതിയേ. പാലക്കാട് ജനത തീരുമാനിച്ചു. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെന്നറിയോ? അത് ഞങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്താ പ്രശ്നം അറിയോ? ഞങ്ങൾ എല്ലാ കാലത്തും ഒരുപോലെ പറയുന്നവരാണ്. ഞങ്ങൾ ഒരേ നാവ് കൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് ഈ പറയുന്ന പോലെ നിങ്ങൾ ചോദിക്കുള്ളൂ. RSS-നെ ഞങ്ങൾ എത്ര കണ്ട് എതിർക്കുന്നുവോ, RSS-നെ എത്ര കണ്ട് വിമർശിക്കുന്നുവോ, 1% കുറയാതെ ഞങ്ങൾ SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങൾ എതിർക്കും. എന്തുകൊണ്ടാ? RSS ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്നവർ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങൾക്ക് RSS-നോടും SDPI-യോടും ജമാഅത്തെ ഇസ്ലാമിനോടും ഒരേ രീതിയിൽ പ്രതികരിക്കാനേ കഴിയൂ. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ മുസ്ലിം രാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന SDPI, ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്ന SDPI, ആ SDPI-യോ ജമാഅത്തെ ഇസ്ലാമിയോ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. UDF പറഞ്ഞിട്ടില്ല. SDPI-യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണം തീരുന്നതിന് തൊട്ട് മുമ്പ് SDPI UDF-ന് പിന്തുണ അറിയിക്കുകയായിരുന്നു. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാനതാ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വാങ്ങിക്കുന്നത് മാത്രമല്ല, ഒന്നുകൂടി പറയാ, ഇവിടെ SDPI-യെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷവാദികളായ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും നടക്കുമ്പോൾ കോൺഗ്രസ് വലതുവശത്ത് RSS-നെ, അതായത് RSS ആയി തന്നെ കോൺഗ്രസ് നിൽക്കുന്ന ആളുകളും വലതുവശത്ത് ന്യൂനപക്ഷ വർഗീയത പ്രചരിപ്പിക്കുന്ന SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടു നടക്കുന്നവരാണെന്ന് ഇന്നാട്ടിലെ മതനിരപേക്ഷ ചിന്തിക്കുന്ന നല്ലവരായ ഹൈന്ദവ വിശ്വാസികളോടും ഇസ്ലാം വിശ്വാസികളോടും പറയേണ്ടതുണ്ട്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ RSS-ന് ഭൂമി നൽകുമെന്ന് ഇപ്പോഴും പറയുന്നയാളാണല്ലോ സന്ദീപ് വാര്യർ എന്നുള്ള കാര്യവും നേരത്തെ ശശി പറഞ്ഞിരുന്നു. എൻ ശ്രീകുമാർ മറുപടി. അതെ, നോക്കൂ മഞ്ജുഷേ, ഒരാള് BJP വിട്ടു വന്നാൽ ആ ആള് BJP-കാരനാണെന്നിങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറൊന്നും അയാളെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ്. അത് ഞാൻ ചർച്ചയാക്കുന്നില്ല. SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ നേതാവ് തൊടുപുഴയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് UDF-ന് ഏകപക്ഷീയമായി പിന്തുണ പ്രഖ്യാപിച്ചു. ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം മറന്നു. ചരിത്രം അദ്ദേഹം മറന്നുപോയി. ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ LDF-ന്റെ ഒപ്പമായിരുന്നു. അന്ന് മാധ്യമം ദിനപത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് തന്നെ LDF-ന് അനുകൂലമായ രീതിയിൽ അവർ പെരുമാറി. ആ ജമാഅത്തെ ഇസ്ലാമി അന്ന് ഇവർക്ക് നല്ലതായിരുന്നു. അവര് പിന്നെ അവരുടെ നിലപാട് മാറ്റിയപ്പോൾ അവര് മോശമായി. അതായത് ഞാൻ പറഞ്ഞല്ലോ, കേരള CPM എന്നുള്ള വേറെയാണ്. കേരളത്തിലെ CPM-ന്റെ നയമില്ല.
കേരളത്തിലെ CPM-ന് അതാത് കാലത്തെ അവസരങ്ങളാണ്. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. അത് ആരെ പണ്ട് തീരുമാനിച്ചിരുന്നത്? ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരുന്നു CPM-ന്. EMS തീരുമാനിച്ചിരുന്നു ഒരു രാഷ്ട്രീയ നയം, അജണ്ട, നിലപാട്. ഇന്നിപ്പോ നിലപാടുമില്ല, അജണ്ടയില്ല. ബാലൻ തീരുമാനിക്കുന്ന പാലക്കാട്ട്, മറ്റേ MV ജയരാജൻ തീരുമാനിക്കുന്ന കണ്ണൂര്, പത്തനംതിട്ടയിൽ നമ്മുടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുന്ന പത്തനംതിട്ടയില്. ഇതാണ് ഇവിടുത്തെ CPM. ഞാൻ പറഞ്ഞ ഏകീകൃത നയമില്ല. അതേ ഭാവിയെ കുറിച്ച് പറഞ്ഞത്. കേരളത്തിലെ CPM-ന്റെ ഭാവി അപകടത്തിലാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജിജി ജോസഫ്, കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായ വോട്ടുകൾ UDF-ലേക്ക് ഏകീകരിച്ചു. അത് വിജയത്തിന് കാരണമായി. അത് CPM-ന് പോകേണ്ട വോട്ടുകൾ UDF-ന് കിട്ടി. അത് BJP വരാതിരിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ശ്രീധരൻ തോറ്റത് പാലക്കാട്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് മതേതര വോട്ടുകൾ ഏകീകരിച്ചു, അതുകൊണ്ടാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. ആ രീതിയിലാണല്ലോ അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ CPM ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ രീതിയിൽ അവരുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിൽ വോട്ടുകൾ വിഭജിച്ചു പോവുകയാണെങ്കിൽ അതിന്റെ സ്വാഭാവികമായ ഗുണഭോക്താക്കൾ നിങ്ങളാണല്ലോ. അവിടെയാണ് അപ്പോൾ UDF-ന് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അതാണ് ആ അന്തരീക്ഷം എന്ന് പറയുന്നത് CPM BJP ഡീൽ എന്ന്. അതിപ്പോൾ നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം ആകണമെന്നില്ല. കാരണം ഇവിടുത്തെ നിലവിലുള്ള കേസുകളുടെ കാര്യം ഓർക്കുമ്പോൾ ആർക്കാണ് ഡീല് കൊണ്ട് പ്രയോജനമെന്ന് അറിയാവുന്നതാണല്ലോ. അല്ലെന്നേ, ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ മഞ്ജുഷ് പ്രത്യേകമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ അവസാന ഘട്ടത്തിലെ പ്രചരണായുധം മുഴുവനും വർഗീയതയായിപ്പോയി. ഇത് ഞങ്ങളാണോ കൊണ്ടുവന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ആരാണ് ജനാധിപത്യവാദികൾ? ആരാണ് മതേതരവാദികൾ? അവസാനം വികസനം ഒന്നും ആരും സംസാരിക്കുന്നില്ല. പാലക്കാടിന്റെ കർഷകരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരും അവസാന നിമിഷമായപ്പോൾ ജാതി, മതപരമായിട്ടുള്ള ഈ മുസ്ലിം സംഘടനയെ എങ്ങനെ ആ വോട്ടിനെ നേടാം എന്ന് കണ്ടുകൊണ്ട് രണ്ട് മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ഷൻ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കേരളത്തിൻ്റെ മുഖമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നും ഇറക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ലോ ചെയ്തിട്ടോ, ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഒരാൾ പറയുന്നത് ഞാൻ SDPM-ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. അതേസമയം അടുത്ത ആൾ പറയുന്നത് CPM-ന്റെ ആൾ പറയുന്നത് SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് CPM SDP-ആയിട്ട് സഖ്യത്തിൽ ഭരിക്കുന്ന സ്ഥലമുണ്ടെന്നേ, അവരുടെ ആനുകൂല്യം പറ്റി ഭരിക്കുന്ന പഞ്ചായത്ത് കൊണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ടെന്നേ പത്തനംതിട്ടയൊക്കെ. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്നിരുന്നങ്ങ് പറഞ്ഞിട്ടങ്ങ് പോവുക. ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പിന്തുണ കോൺഗ്രസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവരൊന്നും മിണ്ടി, രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. കാരണം ഇവർ രണ്ടുപേരും സൗകര്യത്തിന് ഇവരെ ഉപയോഗിക്കുന്നവരാ. അതുപോലെ തന്നെ നിർമ്മല കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇവർ 3 ദിവസം എവിടെയായിരുന്നു? ഇവരാരും ഒന്നും മിണ്ടിയില്ല. ഇവരവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിന്നു. അത് സമൂഹത്തിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഇതിൽ ഇവരുടെ വിദ്യാർത്ഥി സംഘടന അതിന്റെ ഒപ്പമായിരുന്നു. പിന്നെ സുരേന്ദ്രൻ പ്രസ്താവന ഇറക്കിയപ്പോഴാണ് ഇതെല്ലാം മാറിയത്. അത് കഴിഞ്ഞ് ഇസ്രയേലിന്റെ ഇഷ്യൂ വരുന്ന സമയത്ത് ഇവരെല്ലാവരും പെട്ടെന്ന് ഒറ്റക്കെട്ടാവും. അത് കഴിഞ്ഞ് UP-യിൽ ആരെങ്കിലും മരിച്ചാലോ രാജസ്ഥാനിൽ ആരെങ്കിലും മരിച്ചാലോ ഇവർ ഓടിച്ചെല്ലും. അവിടെ ചെന്ന് അവിടെ ട്രെയിനിന്റെ സീറ്റിൽ തർക്കം ഉണ്ടാക്കി മരിച്ചാൽ പോലും ഇത് ആകെ പ്രശ്നമുള്ളതാണ്, ഇത് ന്യൂനപക്ഷ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇവിടെ സൗമ്യ ഇടുക്കിയിൽ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചപ്പോൾ ഇവരാരും പോയില്ല. ഇവരാരെയാണ് പ്രീണിപ്പിക്കുന്നത്? അതുപോലെ തന്നെ പൗരത്വ ബില്ല് വന്ന സമയത്ത് ഇവർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി. അതുപോലെ വഖഫ് ബില്ല് വന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് ഇവർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി. ഇവർ മദനിയെ പുറത്തു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി. ഇവരെന്താണ് ഈ കേരള സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി തമിഴ്നാട്ടിലെത്തിക്കഴിയുമ്പോൾ CPM-ന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുന്നു. രാജസ്ഥാനിൽ തങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത്
CPM-ന് സീറ്റ് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയി ഡൽഹി പോയി മുദ്രാവാക്യം വിളിക്കുന്നു. കേരളത്തിൽ വന്നിട്ട് ഇവർ പച്ച വർഗീയത പറയുന്നു, ഇവർ മുസ്ലിം പ്രീണനം നടത്തുന്നു. എല്ലാ രീതിയിലും ഈ രാഷ്ട്രീയ മേഖല മലീമസമാക്കുന്ന രീതിയിൽ വികസനത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, സാധാരണ ജനങ്ങളുടെ പ്രശ്നത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, എപ്പോഴും ആഗോള ഇൻഡെക്സിനെ കുറിച്ചും ഇന്ത്യയിലെ പട്ടിണിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന CPM-ഉം കോൺഗ്രസും ഒക്കെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള നെൽകർഷകരുടെ പ്രശ്നങ്ങൾ വിടുന്നു. അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നം വിടുന്നു. സ്കൂളുകളുടെ ശോചനീയാവസ്ഥകളെ കുറിച്ച് അവർ സ്മാർട്ട് സ്കൂളാക്കാൻ വേണ്ടി പോകുന്ന ആ സ്കൂള് വികസനം ചർച്ചയാക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിനെ തുറന്നു കാട്ടാൻ പറ്റുകയുള്ളൂ എന്ന് CPM ആണ് പറയുന്നത്. പാലക്കാട് ഏറ്റവും ഉച്ചത്തിൽ പറയുന്നതും CPM ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്തേക്ക് ആ അജണ്ടയിലേക്ക് വന്നിട്ടില്ല, മറ്റു വിവാദങ്ങൾ വരുന്നത് കൊണ്ട്. ഇന്ന് രാവിലത്തെ പരസ്യം ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ആരുടെ വോട്ടിനെ കുറിച്ചാണ് ടാർഗറ്റ് ചെയ്യുന്നത്? എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? ശരി, ശ്രീ N. ശ്രീകുമാർ, ശശി കുഴപ്പമില്ല. ദേശാഭിമാനിയിൽ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർക്കെതിരെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർക്കെതിരെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇവിടുത്തെ എഡിഷനിലും വന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ ദിവസം വിഭാഗമുണ്ട്, ഹിന്ദു വിഭാഗമുണ്ട്. ഇവരെ ആരും മുഖവിലേക്ക് എടുക്കാതെ ഒരു കക്ഷിയെ മാത്രം കണ്ടുകൊണ്ട് രാഷ്ട്രീയം ഇലക്ഷനെ നേരിടുക എന്ന് പറഞ്ഞില്ല, അതെന്തൊരു മോശമാണത്. ശരി, ശ്രീ N. ശ്രീകുമാർ, ദേശാഭിമാനിയിൽ അത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന്റെ പിറ്റേ ദിവസമൊക്കെ സന്ദീപ് വാര്യരെ എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളും സന്ദീപ് വാര്യരുടെ പഴയ കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു പരസ്യത്തിന്റെ രൂപത്തിൽ വരാത്തതാണോ പ്രശ്നമെന്നാണ് ശശി ഇവിടെ ചോദിക്കുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് ദേശാഭിമാനിയിലെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ വാർത്തകൾ അദ്ദേഹം നോക്കുന്നത്. മഞ്ജുഷേ, ഇത് ഏറ്റവും വലിയ തമാശയാ. ദേശാഭിമാനി CPM-ന്റെ മുഖപത്രമല്ലേ? CPM-ന്റെ മുഖപത്രത്തിന്റെ പണി എന്താ? കോൺഗ്രസിനെയും അതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കുക എന്നുള്ളതാണ്. ഇത് അതല്ലല്ലോ ചോദിക്കുന്നത്. ഇന്നിപ്പോ പാലക്കാട്ട് തർക്കമായില്ലേ? ഇന്നിപ്പോ ഏതോ ഒരു ചാനലിൽ കണ്ടു LDF അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പേര് മറന്നുപോയി, ഒരു ചാനലിൽ കണ്ടാണ് ഈ പരസ്യം കൊടുത്ത് LDF അറിഞ്ഞിട്ടില്ലെന്ന്. എന്തോ എനിക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തണം. അത് ആരാ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേൾക്കാത്തൊരു പേരാണ്. LDF അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പരസ്യം ഒരു വാർത്ത കണ്ടു, സ്ക്രോളിൽ കണ്ടു, ഏതൊരു ചാനലിൽ കണ്ടു, ഇപ്പൊ തന്നെയാ കണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരു പരസ്യം കൊടുക്കുന്നത് പണം കൊടുത്തിട്ടാണ്. പണം കൊടുക്കുന്ന പരസ്യം കൊടുക്കുമ്പോൾ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്ന് EP ജയരാജൻ 2 കോടി രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സാന്റിയാഗോ മാർട്ടിന്റെ ആ പ്രശ്നം നമുക്കറിയാമല്ലോ. അപ്പൊ CPM പത്രത്തിന് തന്നെ പരസ്യം കൊടുക്കുമ്പോഴാണ് പണം കൊടുക്കുന്നത്. അങ്ങനെയാണ് പാർട്ടി പത്രങ്ങൾ ചെയ്യുക. അപ്പൊ KPCC മുഖപത്രത്തിലെ പരസ്യം കൊടുക്കുമ്പോൾ KPCC പണം കൊടുക്കും, അതുകൊണ്ട് ലീഗും കൊടുക്കും, ഇവരെല്ലാവരും കൊടുക്കും. അപ്പൊ അങ്ങനെ ഇവർ കൊടുത്തിട്ടില്ല. അവരുടെ അണികൾ അറിയണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അതോടെ നിൽക്കട്ടെ. പക്ഷേ ഇവർ ഈ പറയുന്ന CPM-ന്റെ മുഖപത്രത്തിലെ സന്ദീപ് വാര്യരെ കുറിച്ച് എന്തു പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. ഇന്നത്തെ ഈ ദിനത്തിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ സരിൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് പ്രശ്നമല്ല. സന്ദീപ് വാര്യർ പറഞ്ഞതിനെ കുറിച്ച് പ്രശ്നമുള്ളൂ. ഇപ്പൊ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യം, എനിക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗാന്ധിജിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി അദ്ദേഹത്തിന്റെ പേര് പ്രചരിച്ചിരുന്നു. ഇന്നലെ അത് ഏതൊരു ചാനലിന്റെ ആ ഒരു അവതാരകൻ അത് കൃത്യമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് വേറൊരു CPM-ന്റെ ആ പാനലിൽപ്പെട്ട ചർച്ചയിൽ CPM-ന്റെ നേതാവാണെന്ന് പറഞ്ഞു. ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഓരോ തരത്തിലൊക്കെ ഓരോ കാലത്തെയും രാഷ്ട്രീയത്തിൽ ഓരോരോ സംഭവങ്ങൾ വരും. നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യാൻ പോയി എങ്ങും എത്തില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? കേരളത്തിലെ നവോത്ഥാന മതിലും നവോത്ഥാന കേരളവും അതുപോലെ നവോത്ഥാന സദസ്സും നടത്തിയ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ മുന്നണിയുടെ പേരിൽ പരസ്യം ഇങ്ങനെ വരുന്നത് ശരിയാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നേട്ടങ്ങൾ വിവരിച്ച് ഒരു ലേഖനം ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിലുണ്ടോ? നാളെയല്ലേ വോട്ടെടുപ്പ്. ഇന്നത്തെ CPM-ന്റെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെയോ മുഖ്യമന്ത്രിയുടെയോ നേട്ടങ്ങൾ വിവരിച്ചുള്ള ഒരു ലേഖനമുണ്ടോ? ഇല്ല. വയനാടും ചേലക്കരയിലും ഇലക്ഷൻ നടന്ന സമയത്ത് ആ ദിവസങ്ങളിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നേട്ടങ്ങളില്ല. പിന്നെ എന്താ ഉള്ളത്? ഇങ്ങനത്തെ വിവാദങ്ങൾ. ഈ വിവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഗുണം കിട്ടുന്നവർ ധരിക്കും, പക്ഷെ അവർക്ക് പരാജയമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത്തവണയിൽ കോൺഗ്രസിനെ പാലക്കാട്ട് എതിർക്കാനായിട്ട് കൊണ്ടുവന്ന വിവാദങ്ങളെല്ലാം അവർക്ക് തിരിച്ചടിച്ചില്ലേ? അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നീലപ്പെട്ടിയുമായിട്ട് പ്രേരണ നടത്തിയില്ലേ? നീലപ്പെട്ടി ഉന്തിക്കൊണ്ടുപോയത് ആരാ? DYFIക്കാരാ. ആ പെട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സമാപന സമ്മേളനത്തിൽ പൊക്കിപ്പിടിച്ചുകൊണ്ടുപോയത്. അപ്പൊ ഇവർ വിമർശിക്കുന്നു CPM. ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു നയമില്ലായ്മ, അഭിപ്രായമില്ലായ്മ,
ആകെ വെപ്രാളം. എന്ത് ചെയ്യണം ശശി, അവസാനമായി കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ പരസ്യത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് അത് വ്യാജമായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തിയത് തന്നെയാണ്. മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ള കാര്യം. പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF-നെതിരെ എത്രമാത്രം ഇത് ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടായി. അതൊരു വർഗീയ വിദ്വേഷം കലർന്ന ഒരു പ്രചാരണമായിരുന്നുവല്ലോ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് ബോധ്യപ്പെട്ടത്? കോടതി പോലും ആ രീതിയിലല്ലേ പറഞ്ഞത്? അല്ല മഞ്ജുഷ, രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഈ നേരം വരെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ രീതിയിൽ നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ വെച്ച് പറഞ്ഞു പോരുത്. അതിനെ സംബന്ധിച്ച് UDF കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്, അത് അവർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നതെന്നല്ലാതെ അതിന് വസ്തുതാപരമായിട്ടില്ല. എന്നാൽ വസ്തുതാപരമായ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ 4 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാവ് മെബിൻ തോമസിന് കോടതി 1 ദിവസം ശിക്ഷിക്കുകയും 15,000 രൂപ പഴയിടുകയും ചെയ്തു. എന്തിനാണെന്നറിയോ? ഇവര് ഇപ്പൊ നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെയാണെങ്കിൽ വ്യക്തിപരമായി ബഹുമാന്യായ ശൈലിക ടീച്ചറെ അശ്ലീലമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് വളരെ മോശമായി ആ മണ്ഡലത്തിലാകെ പ്രചരിപ്പിച്ചതിനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് മെബിൻ തോമസിനെ കോടതി ശിക്ഷിച്ചത്. ഇതവിടെ നിൽക്കുകയാണ്. ഞാനവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വസ്തുതാവിരുദ്ധമായി പറഞ്ഞു പോകാൻ പറ്റില്ലോ, പറയാൻ വേണ്ടത്. ഇതിൽ പറഞ്ഞെന്തറിയോ? സരിൻ പറഞ്ഞതും സന്ദീപ് വാര്യർ തമ്മിൽ എന്താ വ്യത്യാസം? സരിൻ സമൂഹത്തിനെ വിഭജിക്കുന്നത് പോലെ, മനുഷ്യരെ വിഭജിക്കുന്നത് പോലെ, മതപരമായി സ്പർദ്ധ ഉണ്ടാക്കുന്ന പോലെ ഒരഭിപ്രായം നിങ്ങൾ സരിന്റെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? രാഷ്ട്രീയമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്, രാഷ്ട്രീയമായി അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായി കോൺഗ്രസിൽ നിൽക്കുമ്പോൾ, കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ CPIM-നെയും അതിന്റെ നേതൃത്വത്തെയും വിമർശിച്ചിട്ടുണ്ട്, അതിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ മതപരമായി വിഭജിക്കാൻ, മതപരമായി വിഷയം ഉണ്ടാക്കാൻ 4000 പേരെ കൊന്നുതല്ലണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ സരിൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയോ? 4000 പേരെ കൊന്ന തീരുന്ന പ്രശ്നമുള്ളൂ, നേരത്തെ തീർത്തിട്ടുണ്ട്. അവിടെ ഗുജറാത്തിൽ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ പറഞ്ഞുപോയി സരിൻ, അല്ല സന്ദീപ് വാര്യർ. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നതും ഇദ്ദേഹം പറയുന്നത് രണ്ടും ഒന്നാണ് എന്ന് പറയുന്നതിൽ എന്ത് വസ്തുതയാണ്? ഇതൊന്നും അറിയാതെയാണോ സരിൻ നട്ടലുള്ളവരെന്ന് AK ബാലൻ പറഞ്ഞത്? ശ്രീ ശശി, അല്ലല്ല ശ്രീ TM ശശി, ഇതൊന്നും അറിയാതെയാണോ AK ബാലൻ എന്നോടാണ് പറഞ്ഞത്. അന്ന് AK ബാലൻ ഞാനുമായിട്ടുള്ള ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്, സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞയാൾ നട്ടലിലുള്ള നേതാവാണ്, നിലപാടുള്ളയാളാണ്, ഒരു തിരുത്തൽവാദിയാണ് BJP-യിൽ എന്ന്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ മറന്നു കഴിഞ്ഞോ എന്ന് അവർക്കിടയിൽ പറഞ്ഞപ്പോ, അതായത് ഇപ്പോ C കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് BJP-യുമായി ബന്ധപ്പെട്ട് വന്ന് പറഞ്ഞപ്പോ സഖാവ് AK ബാലൻ അങ്ങനെ നട്ടലുള്ള ആൾ പറഞ്ഞു ഇങ്ങോട്ട് വരണമെന്നാ പറയാ. നിങ്ങൾ ഇന്നലെ വരെ ഇന്ന് സുപ്രഭാതത്തിലും സിറാജിലും കൊടുത്ത പരസ്യത്തിലുള്ള സന്ദീപ് വാര്യരുടെ വാചകങ്ങൾ അന്ന് AK ബാലൻ അറിയില്ലായിരുന്നോ? അപ്പോൾ സ്വാഗതം ചെയ്യാൻ നേരത്തെ ഇതൊന്നും കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. മഞ്ജുഷ, ഞങ്ങൾക്ക് ഇതിൽ ഒറ്റ കാശേ ഉള്ളൂ. മഞ്ജുഷ, ഞങ്ങൾക്ക് ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വ സമീപനവും തീവ്രവാദ ന്യൂനപക്ഷ സമീപനം സ്വീകരിക്കുന്ന ആളുകളുടെ ഇടത് കൈയിലും വലതുവശത്ത് മൃദുഹിന്ദുത്വം സ്വീകരിക്കുന്ന RSS-കാരെ വലതു കൈയിലും കൂട്ടുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താമുണ്ടല്ലോ, അത് തുറന്നു കാണിക്കണം. ഈ നാട്ടിൽ മനസമാധാനത്തോടെ ഇരിക്കുന്ന, ഈ നാട്ടിൽ മതനിരപേക്ഷത ചിന്തിക്കുന്ന, കേരളത്തിൽ മതനിരപേക്ഷത ചിന്തിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളെ അവരെ മതനിരപേക്ഷമായി തന്നെ ചിന്തിക്കാൻ നിൽക്കണം. SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കുത്തിത്തിരിപ്പിന് മുമ്പിൽ അവരെ കിട്ടുകൊടുക്കാൻ പാടില്ല. ഈ കോൺഗ്രസിലേക്ക് വരുന്ന ഇത്തരം ആളുകൾ RSS ആയി തന്നെ വരികയാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു പോവാ. രണ്ടാമത്തെ BJP നേതാവ് പറഞ്ഞ എന്താ അറിയോ? ഇവർക്ക് ഈ എന്താണ് പൗരത്വ ഭേദഗതി വരുമ്പോഴും അതുപോലെ തന്നെ മുസ്ലിം വിഷയം വരും മാത്രമുള്ളത് അല്ല സുഹൃത്തെ. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാ, ഈ മണിപ്പൂർ വിഷയം ഉണ്ടാക്കുമ്പോ കോൺഗ്രസിനേക്കാൾ നന്നായി നിലപാടെടുത്തവർ ഞങ്ങളാണ്. പണ്ട് ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാസേനെ കൊന്നപ്പോ ഏറ്റവും ശക്തമായി നിലപാടെടുത്തവർ ഞങ്ങളാണ്. പിന്നെ അവിടെ മാരാമൺ കൺവെൻഷൻ നിർത്തുമെന്ന് RSS, ഇപ്പൊ നിങ്ങൾ കൂടെ നിൽക്കണ്ടല്ലോ RSS, ആ RSS പറയുമ്പോ ഞങ്ങൾ അവസാനത്തെ സഖാവിന്റെയും ജീവൻ നിൽക്കുന്നിടത്തോളം ആ മാരാമൺ കൺവെൻഷന് ഒരു പൂഴി വീഴില്ല എന്ന് പറഞ്ഞതും ഞങ്ങളാണ്. ഞങ്ങൾക്ക് മുസ്ലിം സംരക്ഷണമല്ല, ഞങ്ങൾക്ക് ദുരന്തം അനുഭവിക്കുന്ന, അത് ക്രിസ്ത്യനാവട്ടെ അത് മുസൽമാനാവട്ടെ, ദുരന്തം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. അത് പാർട്ടി നിലപാടാണെന്നേ. അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ TM ശശി, ശ്രീ ജിജി ജോസഫ്, ശ്രീ N ശ്രീകുമാർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സന്ദീപ് വാര്യർക്കെതിരായ LDF-ന്റെ പരസ്യം വിദ്വേഷം പരത്തുന്നതാണോ? അതേ എന്ന് 81% പ്രേക്ഷകർ, അല്ല എന്ന് 19%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.